ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു അനദർ ടോപ്പിക്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്നാൽ സം ടിപ്സ് ടു എ സക്സസ്ഫുൾ മാരേജ്. അപ്പോൾ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പലതായിരിക്കും അല്ലേ. ഇപ്പോൾ എൻ്റെ സക്സസ് ക്രൈറ്റീരിയ ആയിരിക്കണം എന്നില്ല വേറൊരാളുടെ സക്സസ് ക്രൈറ്റീരിയ. ചിലർക്ക് ഹാപ്പിനെസ് ആയിരിക്കും പ്രിഫറൻസസ്, ചിലർക്ക് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ആയിരിക്കാം പ്രിഫറൻസസ്. അപ്പോൾ സക്സസ് ചിലർക്ക് അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് ആയിരിക്കാം. അപ്പോൾ പലർക്കും പല ക്രൈറ്റീരിയാസ് ആണ് സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സക്സസ് എന്നാൽ യൂണിവേഴ്സലി ഒരേ ക്രൈറ്റീരിയ വെച്ച് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒരേ പ്രൊഫഷനിലായിരിക്കണം, അല്ലെങ്കിൽ എല്ലാവരും ഒരേ ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം, ഒരേ ഫാമിലി സ്ട്രക്ചർ ഉള്ളവരായിരിക്കണം. അങ്ങനെയൊന്നുമല്ല അല്ലേ. നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ ഇൻഡിവിജ്വൽസിനെല്ലാം ഇൻഡിവിജ്വൽ പ്രിഫറൻസസ് ഉണ്ട്, ഇൻഡിവിജ്വൽ ക്വാളിഫിക്കേഷൻസ്, ഇൻഡിവിജ്വൽ പ്രൊഫഷൻ ആണ് എല്ലാവരും തിരഞ്ഞെടുക്കുന്നത്. ആരും ഒരു എക്സാക്ട് കോപ്പി വേറൊരാളുടെ ലൈഫായിട്ട് ഇല്ല. അപ്പോൾ അങ്ങനെ തന്നെയാണ് സക്സസ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ. സക്സസ് ഒരാളുടെ സക്സസ്സുമായിട്ട് വേറൊരാളുടെ സക്സസിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ പ്രിഫറൻസസ് ആണ് എൻ്റെ സക്സസ്. അപ്പോൾ ഈ ഒരു പോയിന്റ് വെച്ചുകൊണ്ടായിരിക്കണം ഈ വീഡിയോ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് വാച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഇതേപോലെ തന്നെ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിലും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പലരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിനാണ് ഈ സെയിം ടോപ്പിക് മലയാളം ആൻഡ് ഇംഗ്ലീഷിൽ ചെയ്യുന്നത് എന്നുള്ളത്. എസ്പെഷ്യലി ഇപ്പോൾ നമുക്ക് ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആൾക്കാർക്ക് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ എന്തിനാണ് ഇങ്ങനെ മലയാളത്തിലും ഇംഗ്ലീഷിലും സെയിം ടോപ്പിക്കിൽ കവർ ചെയ്യുന്ന രണ്ട് വീഡിയോസ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടെന്നാൽ ഇപ്പം നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻ കണക്ഷൻ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിരിക്കും. ആൻഡ് എനിക്ക് മലയാളത്തിൽ ഒരു സെയിം ടോപ്പിക് കവർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് നമ്മുടെ ചുറ്റുമുള്ള എക്സാമ്പിൾസ് യൂസ് ചെയ്ത് കൺവേ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷെ ഞാൻ ഇംഗ്ലീഷിൽ ചെയ്യുന്ന വീഡിയോസിൽ എനിക്ക് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന എക്സാമ്പിൾസ് യൂസ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല അതൊരു യൂണിവേഴ്സൽ കോൺസെപ്റ്റ് ആയിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ കഴിയുമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ടു ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ സെയിം സബ്ജക്റ്റ് കവർ ചെയ്യുന്നത്. ആൻഡ് പ്രൈമറി ക്രൈറ്റീരിയ, ഇങ്ങനെയുള്ള സബ്ജക്ട്സ് കവർ ചെയ്യാനുള്ള പ്രൈമറി ക്രൈറ്റീരിയ എന്താണെന്നാൽ അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു ഇൻഫർമേഷൻ ഓവർലോഡാണ് എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് ഒരു ഡിസ്പാരിറ്റി, ഒരുപാട് ഡിഫറൻസസ് വന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ ആൻഡ് കമ്മ്യൂണിറ്റി ആൻഡ് ഫാമിലി സ്ട്രക്ചേഴ്സിലും. ഇൻഫർമേഷൻ ഓവർലോഡ് സോഷ്യൽ മീഡിയ വഴി ഇറ്റ്സ് ലൈക്ക് ഒരു പാരലായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പോലെയാണ്. മീഡിയ ഈസ് പാരലൽ ടു ദി ആക്ച്വൽ വേൾഡ് എന്നുള്ള പോലെ. അപ്പോൾ നമ്മൾ ഇതിനെ കണക്ട് ചെയ്തിട്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഇങ്ങനെയുള്ള വീഡിയോസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതായത് ഒരു ആളുകൾ ഇൻഫർമേഷൻ ഓവർലോഡ്, ദ ജനറേഷൻസ് ഗ്യാപ്പ് റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ റിഡക്ഷൻ ഫാമിലി സ്ട്രക്ചേഴ്സ് ഓർ ഇൻറ്ററാക്ഷൻസിൽ നമ്മുടെ സോഷ്യൽ സെറ്റപ്പിൽ അത് വരുന്നില്ല. ലൈക്ക് ക്വിക്ക്ലി പണ്ട് ഒരു ജനറേഷൻ ടു ദി അതർ ജനറേഷൻ 10 year ഗ്യാപ്പാണ് കൺസിഡർ ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പം അത് റെഡ്യൂസ് ആയിട്ട് 5 years ഒരു ജനറേഷൻ ഗ്യാപ്പായി കണ്ടു തുടങ്ങിയിരിക്കുന്നു. കാരണം ആളുകൾ ക്വിക്കായി ഇൻഫർമേഷൻ റിസീവ് ചെയ്തിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സ്ട്രക്ചറൽ ഡിഫറൻസസ്, കമ്മ്യൂണിക്കേഷൻ ഡിഫറൻസസ് എല്ലാം ആളുകൾ തമ്മിൽ ഫാമിലീസിൽ തന്നെ ഒരുപാട് ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കൺഫ്യൂഷൻസിനെ നമ്മുടെ മീഡിയംസ് വഴി, ഫോർ എക്സാമ്പിൾ യൂട്യൂബ് പോലെയുള്ള സോഷ്യൽ മീഡിയ ടൂൾസിനെ വെച്ചിട്ട് എങ്ങനെ മേർജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം. ലൈക്ക് ഒരു പാരലൽ വേൾഡ്, ലൈക്ക് യങ്ങർ ജനറേഷൻ ഈസ് ഇൻ സോഷ്യൽ മീഡിയ ആൻഡ് ദി ഓൾഡർ ജനറേഷൻ ഈസ് ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് സോഷ്യൽ മീഡിയയിൽ എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ഫ്രിക്ഷനിൽ കൂടെയാണ് പല കുടുംബങ്ങളും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഫ്രിക്ഷൻസ് എല്ലാം റെഡ്യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു അമിക്കബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കൊണ്ടുവരാം എന്നുള്ളതാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രൈമറി ഇൻറ്റൻഷൻസ്. പിന്നെ ഈ ടോപ്പിക് ഞാൻ എപ്പോഴും ഇതിനു മുന്നേ ഇതുപോലെ ഒരു ടോപ്പിക് ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ടോപ്പിക്കാണ് ബേസിക്കലി. ഈ ടോപ്പിക്കിന് ഒരിക്കലും ജനറലൈസ് ചെയ്ത് സംസാരിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞതുപോലെ ഇൻഡിവിജ്വൽ പ്രിഫറൻസസ് ആർ ഡിഫറെൻറ്റ് ഫ്രം
ഈച്ച് പേഴ്സൺ ടു ഈച്ച് പേഴ്സൺ സർക്കംസ്റ്റാൻസസ് ഒരാളുടെ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഫാമിലി സ്ട്രക്ചർ ഇക്കണോമിക് സ്ട്രക്ചർ പോലെയല്ല വേറൊരാളുടെ ഫാമിലി ഓർ ഇക്കണോമിക് സ്ട്രക്ചർ. അപ്പം നമ്മൾ മാരേജ് എന്നൊക്കെ പറയുന്ന ഒരു ടോപ്പിക്കിനെ ഇൻഡിവിജ്വൽ ആയിട്ട് കാണേണ്ടതാണ്. ഒരിക്കലും ഇതൊരു യൂണിവേഴ്സലി ആപ്ലിക്കബിൾ കോൺസെപ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യരുത്. നിങ്ങളുടെ ഓൺ ചിന്താഗതി ചിന്തിച്ച് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കണം. ഇതിൽ എന്തൊക്കെ ആക്സെപ്റ്റ് ചെയ്യണം എന്തൊക്കെ ആക്സെപ്റ്റ് ചെയ്യേണ്ട എന്നുള്ളത്. ഇതൊരു ലെങ്തി വീഡിയോ ആയിട്ടാണ് ഞാൻ തിങ്ക് ചെയ്യുന്നത്. എനിക്കറിയില്ല, വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാലേ അറിയുള്ളൂ. അപ്പം നിങ്ങൾ എൻ്റർടൈൻ ചെയ്യാൻ സ്നാക്സോ കുടിക്കാൻ ഡ്രിങ്ക്സോ എന്താണെങ്കിൽ കോഫി ടീ എന്താണ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുക അതെടുത്തിട്ട് വന്ന് ലിസൺ ചെയ്യുക ആൻഡ് എൻജോയ് ചെയ്യുക. ആസ് ഓൾവേസ് നിങ്ങളുടെ കോൺട്രഡിക്ഷൻസ് ആൻഡ് ഫീഡ്ബാക്സ് ആർ ഓൾവേസ് വെൽക്കം. അപ്പോൾ ടോപ്പിക്കിലേക്ക് വരാം. ഞാൻ പറഞ്ഞതുപോലെ ടിപ്സ് ടു എ സക്സസ്ഫുൾ മാരേജ് എന്നുള്ളതാണ് ടോപ്പിക്കിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ടോപ്പിക്കിൽ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ മീഡിയാസിലായാലും സോഷ്യൽ മീഡിയാസിലായാലും ബുക്സ് വഴിയായാലും മാഗസീൻസ് വഴിയായാലും ഇങ്ങനെ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ഒരുപാട് ടോപ്പിക് ഡിസ്കഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കാം. ഇവിടെ ഇൻക്ലൂഡ് ആയിരിക്കുന്നത് ഒരു ഡിസ്റ്റിങ്വിഷ്ഡ് ആയിട്ടുള്ള ഒരു 4-5-6 പോയിന്റ്സ് എനിക്ക് റിലവൻറ്റ് എന്ന് തോന്നുന്ന പോയിന്റ്സ് ആണ് ഞാനിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. എൻ്റെ പേഴ്സണൽ ഇവാലുവേഷൻസ് ആൻഡ് എൻ്റെ കൺസൾട്ടേഷൻ വിത്ത് പ്രൊഫഷണൽസിൻ്റെ അടിസ്ഥാനത്തിലും എൻ്റെ കമ്മ്യൂണിക്കേഷൻസ് വിത്ത് പല ആളുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു 4-5-6 പോയിന്റ്സ് ആണ് ഞാനിവിടെ ഇന്ന് ഇൻക്ലൂഡ് ആക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മാരേജിനെ ഡിഫൈൻ ചെയ്യുക. ആൻഡ് ബിഫോർ ഐ പ്രൊസീഡ് ഐ മസ്റ്റ് സേ ദിസ് ഓൾസോ. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ എൻ്റെ പ്രീവിയസ് വീഡിയോ ഈ ടോപ്പിക്കിന് റിലേറ്റഡ് ആയിട്ട് എന്തായാലും ഒന്ന് കാണണം. ലൈക്ക് കല്യാണം വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്ന് ലൈക്ക് വിവാഹം ഒരു അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. മലയാളത്തിലും അവൈലബിൾ ആണ്, ഇംഗ്ലീഷിലും അവൈലബിൾ ആണ്. നിങ്ങൾ മസ്റ്റായിട്ടും അത് കാണണം ആൻഡ് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണം. ഇറ്റ്സ് ലൈക്ക് ഒരു പ്രോസസ്സാണ് അല്ലേ. ഒരു മാരേജ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എങ്ങനെ അതിന് പ്രിപ്പയർ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് മസ്റ്റായിട്ടും കാണണം ഈ വീഡിയോ കാണുന്നതിന് മുന്നേ തന്നെ. അപ്പോൾ ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് എന്താണെന്ന് മദർഹുഡിനെ പറ്റിയിട്ടുള്ള മദർഹുഡ് ആൻഡ് വർക്കിംഗ് വിമനെ പറ്റിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ആ ടോപ്പിക് ചെയ്യുന്നതിന് മുന്നായിട്ട് എനിക്ക് എന്തായാലും ഈ 2 ടോപ്പിക് കവർ ചെയ്യണം എന്നുള്ള നിർബന്ധം ഉള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഇന്ന് തന്നെ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണെന്നാൽ ഡിഫൈൻ യുവർ മാരേജ്. ഇപ്പോൾ നമുക്കെല്ലാം മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പല രീതിയിലുള്ള സ്വപ്നങ്ങളായിരിക്കും. അപ്പം നിങ്ങളുടെ മാരേജ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്ന് എന്താണ് നിങ്ങൾ ഡിഫൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതായത് നിങ്ങളുടെ മാരേജിൻ്റെ ലൈഫ് സ്റ്റൈൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു മാരീഡ് ലൈഫിനെ ഡിഫൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പലർക്കും പല സർക്കംസ്റ്റാൻസസ്, പല പ്രിഫറൻസസ്, ഇൻഡിവിജ്വൽസ് എല്ലാവരും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്പോട്ടിൽ ഇരുന്ന് നിങ്ങളുടെ സിറ്റുവേഷൻസ് അനലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ മാരേജിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾ മാരീഡ് കപ്പിൾ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു വ്യക്തി അയാളുടെ മാരേജിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എൻ്റെ ലൈഫ് സ്റ്റൈൽ ഞാൻ എങ്ങനെയായിരിക്കും? ഒരു പക്ഷേ ചിലർക്ക് അക്കാഡമിക്കലി ഹൈലി അച്ചീവ് ചെയ്ത ഒരു പാർട്ട്ണറിനെ കല്യാണം കഴിച്ച് അങ്ങനത്തെ ഒരു അക്കാഡമിക്കലി ഫോക്കസ്ഡ് ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യാനായിരിക്കാം ഇഷ്ടം. ചിലർക്ക് എന്താ പറയുക, ലൈക്ക് ഒരു പീസ്ഫുൾ ആൻഡ് അധികം ആംബിഷ്യസ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിനോട് താല്പര്യമില്ലായിരിക്കാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ പ്രിഫറൻസസ് എന്നുള്ളതിന് നിങ്ങളുടെ മാരേജ് എന്നുള്ളതിൽ നിന്ന് നിങ്ങൾ എന്ത് തരം ഒരു ലൈഫ് സ്റ്റൈലാണ് എക്സിക്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യുക. ഒരു ലക്ഷൂറിയസ് ലൈഫ് സ്റ്റൈലാണോ, അല്ലെങ്കിൽ ഒരു പീസ്ഫുൾ ആൻഡ് കാം ഓറിയൻറ്റഡ് ലൈഫ് സ്റ്റൈലാണോ, എന്താണെന്നുള്ളത് നിങ്ങൾ ഡിഫൈൻ ചെയ്യുക. അത് നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിയോൻസെ, നിങ്ങളുടെ വുഡ് ബി ആയിട്ട് ഡിസ്കസ് ചെയ്യുക. ഇപ്പോൾ മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ സ്പൗസുമായിട്ട് ഡിസ്കസ് ചെയ്യുക. അതായത് കാരണം
നിങ്ങളൊരു ലൈഫ് ലോങ് പ്രോജക്റ്റ് ആയിട്ടാണ് മാരേജിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ എന്തായാലും അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് അവരെയും കൂടി കൂട്ടിയിട്ട് വേണം നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പം നിങ്ങൾ നിങ്ങളുടെ മാരേജിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്ന് ക്ലിയർ കട്ടായിട്ട് നിങ്ങളുടെ ബെറ്റർ ഹാഫിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ നോക്കുക. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്താണെന്നാൽ പേർപ്പസ് ഓഫ് യുവർ മാരേജ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വിവാഹം കഴിക്കുന്നത് അല്ലെ. ഈ വിവാഹം എന്നുള്ളത് ഇപ്പം നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. എന്ത് തരം ലൈഫ് സ്റ്റൈലായിരിക്കും ഞാൻ എൻ്റെ മാരേജിൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ മാരേജിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് പോയിന്റ്, പേർപ്പസ് എന്താണ് എൻ്റെ മാരേജിൻ്റെ? എനിക്ക് നല്ല വലിയൊരു ഫാമിലി ഉണ്ടാക്കണം എന്നുള്ളതാണോ, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഫെയിം വേണം എന്നുള്ളതാണോ, അല്ലെങ്കിൽ എനിക്ക് ഒരു നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റൈൽ, ഒരുപാട് ട്രാവൽ മെമ്മറീസ് ഉണ്ടാക്കുന്ന ഒരു മാരേജ് ഉണ്ടാക്കണം എന്നുള്ളതാണോ? അപ്പോൾ ഡിഫറെൻറ്റ് കപ്പിൾസിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഐഡിയാസ് വരും. പലർക്കും പലതരത്തിലുള്ള പേർപ്പസാണ് ലൈഫിനോടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ അഗെയിൻ അതിന് യോജിക്കുന്ന ഒരാളെ കൺസിഡർ ചെയ്താൽ അല്ലേ. അപ്പം നിങ്ങളുടെ പാർട്ട്ണർ അതിനാണ് ഞാൻ പറഞ്ഞത് ഇതിന് മുന്നത്തെ വീഡിയോ എന്തായാലും കാണുന്നത്, അത് പാർട്ട്ണർ സെലക്ഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ അത് ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇത് കുറച്ചും കൂടി ഈസിയാണ് നിങ്ങൾക്ക്. അപ്പം നിങ്ങളുടെ പേർപ്പസ് എന്താണെന്നുള്ളതും നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ചർച്ച ചെയ്യുക. നിങ്ങളും തന്നെ നിങ്ങളും ഡിസൈഡ് ചെയ്യുക എന്താണ് നിങ്ങളുടെ മാരേജ് പേർപ്പസ് എന്നുള്ളത്. ചിലർക്ക് വലിയ ഫാമിലി ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കാം പേർപ്പസ്. ചിലർക്ക് വളരെ ലക്ഷൂറിയസ് ആൻഡ് ഫെയിം ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുക എന്നുള്ളതായിരിക്കാം. ചിലർക്ക് ഒരുപാട് ട്രാവൽ ചെയ്യണം എന്നുള്ളതായിരിക്കാം. ഇൻഡിവിജ്വൽ ചോയ്സസ് ആർ ഡിഫറെൻറ്റ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ എന്തായിരിക്കണം പേർപ്പസ് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഡിഫൈൻ മാരീഡ് ലൈഫ്, ഡിഫൈൻ യുവർ മാരേജ്. സെക്കൻഡ് വൺ, പേർപ്പസ് ഓഫ് യുവർ മാരേജ് അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന് തോന്നുന്നു. ഡിഫൈൻ ചെയ്യേണ്ടത് എന്ത് തരം ലൈഫ് സ്റ്റൈലാണ് നിങ്ങൾ മാരേജിൽ കൂടി അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളത്. സെക്കൻഡ്ലി, പേർപ്പസ്, എന്ത് തരം പേർപ്പസ് ആണ് ഈ മാരേജിൽ നിന്ന് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളത്. തേർഡ് പോയിന്റ് എന്താണെന്ന് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക, നിങ്ങൾ ഡിഫൈൻ ചെയ്തതും പേർപ്പസും ആയിട്ട് മാച്ച് ആകുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പം നിങ്ങളുടെ പേർപ്പസും ഡെഫിനിഷനും തമ്മിൽ മാച്ച് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഡിസ്ക്രിപ്പൻസി ഉണ്ട് എന്നാണ് അർത്ഥം. നിങ്ങളുടെ മാരേജിൽ എന്തായാലും ഡിസ്ക്രിപ്പൻസി ഉണ്ട്. അപ്പം നിങ്ങൾ അനലൈസ് ചെയ്യുക, ഞാൻ ഡിഫൈൻ ചെയ്തത് എനിക്കൊരു പീസ്ഫുൾ ആൻഡ് ലവിങ് മാരേജ് ലൈഫ് സ്റ്റൈലാണ് ഞാൻ ഡിഫൈൻ ചെയ്തത്. ഓക്കെ, ആൻഡ് അതിന് എനിക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഉണ്ടായിരിക്കണം. അപ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുക എന്നതായിരുന്നു എൻ്റെ പേർപ്പസ് ഓഫ് ദ മാരേജ്. എൻ്റെ ഡെഫിനിഷൻ ഓഫ് മാരേജ് ലവിങ് ആൻഡ് ഒരു ഫാമിലി, പീസ്ഫുൾ ഫാമിലി എന്നുള്ളതായിരുന്നു ഡെഫിനിഷൻ. അപ്പോൾ ഈ ലവിങ് ആൻഡ് എന്താണ് ഫാമിലി, ലവിങ് ആൻഡ് ഹാപ്പി ഫാമിലിയും എൻ്റെ പേർപ്പസും തമ്മിൽ മാച്ച് ആകുന്നില്ല. എൻ്റെ പേർപ്പസ് എന്തായിരുന്നു? എനിക്ക് ആ സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് എനിക്ക് ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആയിരിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ പേർപ്പസ്. അപ്പോൾ ഈ സ്റ്റെബിലിറ്റി, ഇത് രണ്ടും തമ്മിൽ മാച്ച് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണ് ഈ ഡിസ്ക്രിപ്പൻസി വരുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അല്ല, എനിക്ക് പീസ്ഫുൾ ആൻഡ് ലവിങ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് എൻ്റെ മാരേജിൽ നിന്ന് കിട്ടുന്നില്ല. ഇതോ ഞാൻ അതിനു വേണ്ടിയിട്ട് എൻ്റെ പേർപ്പസ് എല്ലാം അച്ചീവ് ചെയ്തിട്ടും എനിക്ക് ആ റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എവിടെയാണ് ആ ഡിസ്ക്രിപ്പൻസി എന്നുള്ളത് കൃത്യമായി ഐഡന്റിഫൈ ചെയ്തിട്ട് നിങ്ങളുടെ പാർട്ട്ണറുമായി ഡിസ്കസ് ചെയ്യുക. എനിക്ക് ഇങ്ങനെയുള്ള ഇതുകൾ ആണ് അല്ലേ നമ്മൾ ഇനീഷ്യലി ഡിസ്കസ് ചെയ്തത്, എനിക്കത് അച്ചീവ് ചെയ്യാൻ കഴിയുന്നില്ല, നമുക്കതിനെ എങ്ങനെ റിസോൾവ് ചെയ്ത് മുന്നോട്ട് പോകാം. ഇന്ന പ്രോബ്ലംസ് ആണ് ഞാൻ ഫേസ് ചെയ്യുന്നത്. whatever is your concern, discuss with your partner. Okay, and ഈ ഡിസ്ക്രിപ്പൻസി കംപ്ലീറ്റ്ലി ഡിസോൾവ് ഓർ റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ദ തേർഡ് പോയിന്റ്. ഓക്കെ, ഫോർത്ത് പോയിന്റ് എന്താണെന്നാൽ 555 ഇവാലുവേഷൻ ടു എ മാരേജ്.
555 ഇവാലുവേഷൻ, ഇങ്ങനെയൊക്കെ ഒരുപാട് ടൂൾസ്, ഇവാലുവേഷൻ ടൂൾസ് അല്ലെങ്കിൽ ഒരുപാട് സജഷൻസ് ഓൺലൈനിൽ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ സർക്കംസ്റ്റാൻസസിനും നിങ്ങളുടെ ഡ്രീംസിനും ഗോൾസിനും സിമിലർ ആയിട്ടുള്ള ടൂൾസിനെ കൺസിഡർ ചെയ്തിട്ട് അത് നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 555 റൂൾ എന്താണെന്നാൽ, ലൈക്ക് നമ്മളൊരു ഡിസിഷൻ എടുക്കാൻ പോവുകയാണ്. മാരേജ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇമോഷൻസ് ഇൻവോൾവ് ആണ്, ഒരുപാട് പാഷൻ ഇൻവോൾവ് ആണ്, ജലസി, ലവ്, ലാസ്റ്റ്, അങ്ങനെ ഒരുപാട് ഇമോഷൻസ് ഇൻവോൾവ് ആയിട്ടുള്ളതാണ് നമ്മുടെ റിലേഷൻഷിപ്സ് എല്ലാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യാനും നമ്മൾ ഒന്ന് ഇരുന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ പെട്ടെന്ന് ഇമോഷണലായിട്ട് റിയാക്ട് ചെയ്യാം, പെട്ടെന്ന് ദേഷ്യപ്പെടാം. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ തീരുമാനങ്ങൾ എടുക്കാനും അതിനെ എക്സിക്യൂട്ട് ചെയ്യാനും ഒക്കെ നമ്മൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ, റിയാക്ട് ചെയ്യാൻ ഒരുപാട് ചാൻസസ് ഉണ്ട്. കാരണം റിലേഷൻഷിപ്സ് ആണ്, നമ്മളെല്ലാം ഹ്യൂമൻസ് ആണ്, നമ്മളെല്ലാം സാധാരണമായിട്ടുള്ള മനുഷ്യരാണ്, എല്ലാവർക്കും ഫീലിങ്സ് ഉണ്ട്, എല്ലാവർക്കും ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇമോഷൻസിൽ എല്ലാം ഉള്ളവരാണ് നമ്മളെല്ലാം ഹ്യൂമൻ ബീങ്സ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഇമോഷൻസും എല്ലാം ഉള്ള നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്ത് ഡിസിഷൻസ് എടുത്ത് റാഷണലി തിങ്ക് ചെയ്യാതെ പല കാര്യങ്ങളും ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലാണ് നിങ്ങൾ ഉള്ളത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കൺഫ്യൂസിങ് സിനാരിയോ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കുകയാണ്, ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഈ 555 റൂൾ എന്ന് പറയുന്നത് എന്താണെന്നാൽ, നമ്മൾ ഇപ്പം ഇങ്ങനെ ഒരു ഡെസിഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് നെക്സ്റ്റ് 5 ഡേയ്സിൽ എന്തായിരിക്കും, നെക്സ്റ്റ് 5 മന്ത്സിൽ എന്തായിരിക്കും, നെക്സ്റ്റ് 5 ഇയേഴ്സിൽ എന്തായിരിക്കും എന്നൊക്കെ ചിന്തിച്ചു നോക്കുക, ഇവാലുവേറ്റ് ചെയ്യുക. ഞാൻ ഇപ്പം എടുക്കുന്ന ഈ ഡെസിഷൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ സ്പൗസ് ഹേർട്ട് ചെയ്യുകയോ എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ സ്പൗസ് ഹേർട്ട് ചെയ്തു, അപ്പോൾ അതിന് നിങ്ങൾ റിവെഞ്ച് എടുക്കണം എന്നാണ് നിങ്ങളുടെ തീരുമാനം. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിവെഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ടൈം ആൻഡ് മണി വാട്ടെവർ അല്ലേ, എന്ത് കാര്യത്തിനും നമുക്ക് അതിന് സമയം എല്ലാം സ്പെൻഡ് ചെയ്യണം. സമയമാണ് എല്ലാവരുടെയും ലൈഫിൻ്റെ എന്താണ് പറയുക, നമ്മുടെ എല്ലാം ലൈഫിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് സമയം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരാളുടെ എഗെയിൻസ്റ്റ് റിവെഞ്ച് എടുക്കാനൊക്കെ പോവുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ സമയത്തിൽ എനിക്ക് ഈ 5 ഡേയ്സിൽ എന്താണ് അതിൻ്റെ റെസ്പോൺസ് അല്ലെങ്കിൽ അതിൻ്റെ റിട്ടേൺസ് എന്താണ്, ഞാൻ അതിൽ നിന്ന് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്. 5 മന്ത്സിൽ ഞാൻ ഒരാളെ, എൻ്റെ സ്പൗസിനെ, എൻ്റെ ഹസ്ബൻഡിനെ, എൻ്റെ വൈഫിനെ, എൻ്റെ വുഡ് ബീനെ, എൻ്റെ ഫിയോൺസിനെ, എൻ്റെ ലവറിനെ, ഗേൾ ഫ്രണ്ട്, ബോയ് ഫ്രണ്ടിനെ ഞാൻ റിവെഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ ഈ 5 ഡേയ്സിൽ എന്ത് റിട്ടേൺസ് ആണ് എനിക്കിതിൽ നിന്ന് കിട്ടാൻ പോകുന്നത്? എനിക്ക് മാനസികമായ ഒരു സന്തോഷം, അത് എത്ര ടൈം എനിക്ക് കിട്ടും, എത്ര ടൈമിൽ എനിക്കത് അച്ചീവ് ചെയ്യാൻ കഴിയും, ആ ഒരു റിവെഞ്ച് എടുത്ത് അയാളെ വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടും. അതിന് വേണ്ടിയിട്ട് എൻ്റെ ഈ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ റിട്ടേൺസ്, അതാണ് എനിക്ക് റിട്ടേൺസ് എന്നുള്ളതുണ്ടെങ്കിൽ ആ ടൈം ഞാൻ വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, എനിക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് പഠിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു നല്ലൊരു ക്വാളിഫിക്കേഷൻ കിട്ടും, അത് വെച്ച് എനിക്ക് നല്ലൊരു ജോബ് കിട്ടും, എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബെറ്റർ ആയിരിക്കും അല്ലേ. ഇപ്പം ഞാൻ ഒരാളുടെ റിവെഞ്ചിന് വേണ്ടിയിട്ട് എൻ്റെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ അയാൾ ഹേർട്ട് ചെയ്തതിൻ്റെ പേരിൽ അതിന് വിഷമിച്ചിരുന്ന് എൻ്റെ ടൈം വേസ്റ്റ് ചെയ്തതിന് പകരം, അല്ലെങ്കിൽ റിവെഞ്ച് പ്ലോട്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ആ ടൈമിൽ എനിക്ക് പഠിച്ചൊരു ക്വാളിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കരിയറിൽ മുന്നോട്ട് ഫോക്കസ് ചെയ്യാനും എൻ്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ബെറ്റർ ആക്കാനും എനിക്ക് ആ ടൈം ഇൻവെസ്റ്റ് ചെയ്യാം. എൻ്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിലാണ് എനിക്ക് ബെറ്റർ ദാൻ മറ്റൊരാളെ തകർത്ത് അവരുടെ കരച്ചിലും വിഷമവും കണ്ട് അതിൽ എൻജോയ്മെൻറ്റ് കാണുന്നതിനേക്കാളും എൻ്റെ ഒരു ലോങ് ടേമിൽ എൻ്റെ ബെറ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് എൻ്റെ ബെറ്റർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് മൈ ടൈം ഇസ് ഹിയർ. അപ്പം അങ്ങനെ ഒരു റാഷണലായി തിങ്ക് ചെയ്തിട്ട് ഡിസിഷൻസ് എടുക്കുക എന്നുള്ളതാണ് 555
ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് 555 ഇവാലുവേഷൻ ഫോർ യുവർ മാരേജ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിസിഷൻസ് എടുത്ത് എക്സിക്യൂട്ട് ചെയ്യാതെ എനിക്ക് 5 ഡേയ്സിൽ എൻ്റെ റിട്ടേൺസ് എന്താണ്, ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ 5 മന്ത്സിൽ എനിക്ക് എൻ്റെ റിട്ടേൺ എന്താണ്, 5 ഇയേഴ്സിൽ എന്താണ്. 5 ഇയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് എ ലോങ് ടൈം അല്ലേ. എനിക്കൊരു മെഡിക്കൽ ഡിഗ്രി എടുക്കാം 5 ഇയേഴ്സിൽ, എനിക്കൊരു ഡോക്ടറായിട്ട് എനിക്ക് പ്രൊഫഷണലി അച്ചീവ് ചെയ്യാം 5 ഇയേഴ്സ്. എൻ്റെ ടൈം ഞാൻ എൻ്റെ ക്വാളിഫിക്കേഷനോ വേണ്ടിയിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതല്ല വേറൊരാളുടെ പുറകെ നടന്ന് അയാളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്താണ് അതിൽ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്? എനിക്ക് ഒന്നുമില്ല. എൻ്റെ ടൈം വേസ്റ്റ്, എൻ്റെ പ്രൊഫഷൻ വേസ്റ്റ്, എൻ്റെ കരിയർ വേസ്റ്റ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഏതൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ, എസ്പെഷ്യലി ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട്, ഒരു ചലഞ്ചിങ് സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്ത് ഡിസിഷൻസ് എടുക്കുന്നതിന് പകരമായിട്ട് ഈ 555 റൂള് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഒന്ന് ഡിസിഷൻസ് എടുത്ത് നോക്കൂ എങ്ങനെയുണ്ടെന്ന് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോയിന്റ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് റിയാക്ട് ചെയ്യുക, പെട്ടെന്ന് ചലഞ്ച് ചെയ്യുക, പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ഉള്ള ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ വിഷമിച്ചിട്ടുള്ള ഒരു റിയാക്ഷന് പോകുന്നതിനേക്കാളും ഉപരി ജസ്റ്റ് ഒന്ന് പുൾ ബാക്ക് ചെയ്യൂ. എനിക്കറിയാം നമ്മളെല്ലാം ഇമോഷണലാണ്, എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ട്, എന്ത് ചെയ്യാം. പക്ഷെ കോൺസിക്വൻസസ് മേ നോട്ട് ബി നമ്മൾ വിചാരിക്കുന്ന കോൺസിക്വൻസസ് ആയിരിക്കില്ല നമ്മൾ ഇമോഷണലി ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട്സ് വരുമ്പോൾ. അപ്പോൾ എനിക്കറിയാം എല്ലാവർക്കും ഇമോഷണൽ ഓവർലോഡ്, അപ്സെറ്റ് എല്ലാം ആവാൻ ചാൻസസ് ഉണ്ട്. ഒന്ന് വിത്ത് ഹോൾഡ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് എങ്കിലും തിങ്ക് ചെയ്തിട്ട് ഡിസിഷൻസ് എടുത്തു കഴിഞ്ഞാൽ എസ്പെഷ്യലി ഇൻ മാരീഡ് റിലേഷൻഷിപ്സിൽ അത് കുറെ കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് പ്രൊഫഷണൽസ് ആൻഡ് എക്സ്പേർട്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായിരുന്നു 4th പോയിന്റ്. 5th പോയിന്റ് എന്താണെന്നാൽ ഫിസിക്കൽ ഇൻറ്റിമസി. ഫിസിക്കൽ ഇൻറ്റിമസി മാരേജിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ മാരീഡ് കപ്പിൾ തമ്മിൽ മാത്രമല്ലേ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ മാത്രമാണ് ഫിസിക്കൽ ഇൻറ്റിമസി എന്നൊരു കോൺസെപ്റ്റ് ഉള്ളൂ അല്ലേ. വേറെ ഒരു റിലേഷൻഷിപ്പിലും നമുക്ക് ഫിസിക്കലി ഇൻറ്റിമേറ്റ് ആവുക എന്നുള്ളത് പോസിബിൾ അല്ല. പറയാം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ഒരു ഇൻറ്റിമസി വരുമ്പോഴാണ് അതിനൊരു ബ്യൂട്ടി ഉള്ളത്. അതുകൊണ്ടാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു മാരേജ് ഫ്രജൈൽ ആയി പോകുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. കാരണം വേറെ ഏത് റിലേഷൻഷിപ്പ് എടുത്ത് നോക്കിയാലും അതിലൊന്നും ഇൻറ്റിമസി, ഫിസിക്കലായിട്ട് ഇൻറ്റിമേറ്റ് ആകുന്ന ഒരു സ്ട്രക്ചറേ ഇല്ല. ഈ ഒരു റിലേഷൻഷിപ്പിൽ മാത്രമാണ് ഫിസിക്കൽ ഇൻറ്റിമസി എന്നൊരു കോൺസെപ്റ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമ്മൾ ഏതൊരു രാജ്യത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എടുത്ത് നോക്കിയാലും ഇപ്പോൾ പലരും തമാശയ്ക്ക് പറയുന്ന ഒരു കാര്യമാണ്, എത്ര വൈഫിനെ വേണമെങ്കിലും നമുക്ക് മാരേജ് ചെയ്യാം. അതായത് ഒരു മാരേജ് കഴിഞ്ഞ് അത് ഡിവോഴ്സായി നെക്സ്റ്റ് മാരേജ് ചെയ്യാം, അത് ഡിവോഴ്സ് ചെയ്ത് വേറെ മാരേജ് ചെയ്യാം. അപ്പോൾ ഏതൊരു ലോയിലും അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ആർക്ക് വേണമെങ്കിലും മാരേജ് ചെയ്ത് ആ മാരേജ് സക്സസ്ഫുൾ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്തിട്ട് വേറൊരു മാരേജിലേക്ക് പോകാവുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ലോ തന്നെ ഒരു രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഉള്ളതാണ്. ഒരാൾക്ക് അതിനുള്ള ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട് എന്നുള്ളത് അല്ലേ. ഇപ്പൊ എല്ലാവരും പറയും അച്ഛനെയും അമ്മേനെയും നമുക്ക് മാറ്റാൻ പറ്റില്ല, പക്ഷെ ഭാര്യനെയും ഭർത്താവിനെയും ഒക്കെ നമുക്ക് എത്ര വേണമെങ്കിലും മാറ്റാം എന്നുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മാരേജിൽ മാത്രമാണ് ഒരാളുടെ റിപ്രൊഡക്റ്റീവ് റിക്വയർമെന്റ്സ് ആൻഡ് ബയോളജിക്കൽ നീഡ്സ് വേറൊരാളുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൂ. വേറൊരു റിലേഷൻഷിപ്പിലും അതില്ല. അപ്പം അത് ഈ റൂൾസ് ഉണ്ടാക്കിയവർക്കും അത് കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു റൂൾ ഉള്ളത് തന്നെ. അപ്പോൾ ഓരോരുത്തരുടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാവുക എന്നുള്ളത്. അത് മെയിൻറ്റെയിൻ ചെയ്തു പോവുക എന്നുള്ളതും അവരുടേതായ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിവോഴ്സ് ചെയ്ത് വേറൊരു മാരേജിന് പോകാവുന്നതാണ്. ഇത് നമ്മുടെ ഒരു കൾച്ചറിൽ ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ അല്ല. വെസ്റ്റേൺ കൺട്രീസിലെല്ലാം നമ്മളെപ്പോഴും ഒരു പോയിന്റ് പറയുന്നതാണ്, വെസ്റ്റേൺ കൺട്രീസിൽ അവർ പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്ത് വേറൊരു മാരേജിലേക്ക് പോകുന്ന സിറ്റുവേഷൻസ്
മച്ച് ഹയർ ആണ്. നമ്മുടെ കൾച്ചർ, നമ്മുടെ സംസ്കാരം ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്ത് വേറൊരു മാരേജിലേക്ക് പോകില്ല. കാരണം നമ്മൾ അതിൽ തന്നെ വർക്ക് ഔട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുന്ന ഒരു കൾച്ചറാണ് നമുക്കുള്ളത്, ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. പക്ഷെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ എന്തായാലും കൊണ്ടുവരണം. അതില്ല എന്നുണ്ടെങ്കിൽ റൂൾസ് പ്രകാരം നിങ്ങൾക്ക് ഡിവോഴ്സ് ചെയ്ത് വേറൊരു മാരേജിലേക്ക് പോകാനുള്ള എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും ഉള്ളതാണ്. അപ്പം എന്തായാലും എല്ലാ ഹസ്ബൻഡ് ആൻഡ് വൈഫും ഹാപ്പിയായി ഇരിക്കുക എന്നുള്ളതാണ് അതിന് ബോട്ടം ലൈൻ. ഈവൻ ഗവൺമെന്റും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ഫാമിലിയിലും സന്തോഷം ആയിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ജീവിക്കൂ എന്നുള്ളതാണ് ഈവൻ ഗവൺമെന്റ് തന്നെ റെഗുലേഷനിൽ കൂടി പറയുന്നത്, അല്ലേ? അപ്പോൾ ഇത് പുറമേയുള്ള ഒരുപാട് ക്രൈംസിനെയും നമുക്കിത് റെഡ്യൂസ് ചെയ്യാം. ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇതൊക്കെ ഉണ്ടാക്കിയവർ ഇതെല്ലാം ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഹ്യൂമൻ്റെ ഫീലിങ്സ്, മനുഷ്യരുടെ ഫീലിങ്സ്, എന്തൊക്കെ ചാലഞ്ചസ് വരാം ഹ്യൂമൻ ലൈഫിൽ, എന്തൊക്കെ പ്രോബ്ലംസ് ഫേസ് ചെയ്യാം, അതിനെ സൊസൈറ്റി ആൻഡ് സോഷ്യൽ സർക്കിൾസിനെ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യാം, എങ്ങനെ ക്രൈംസ് ഇൻക്രീസ് ആവും ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നുള്ള ഒരുപാട് ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്തിട്ടാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് പോലും. നമ്മുടെ എല്ലാ ഇങ്ങനെയുള്ള ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലെല്ലാം ഇങ്ങനെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് തന്നെ അതിനെ നെഗറ്റീവായിട്ട് ഉള്ള പ്രോബ്ലംസിനെ റെഡ്യൂസ് ചെയ്ത് ഒരു നല്ലൊരു ഹാപ്പി ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റികളെ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ചാൻസസിനെ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടി തന്നെയാണ്. പിന്നെ ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് എന്താണെന്നാൽ, ഈ ഡിസ്കഷനിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റോ എന്താണെന്നാൽ തേർഡ് പാർട്ടി ഇന്റർഫിയറൻസസ് അല്ലെങ്കിൽ പാരൻസ് ഇന്റർഫിയറൻസസ് ഇൻ എ മാരേജ്. ഇപ്പോൾ ഓരോരുത്തരും കല്യാണം കഴിക്കുന്നത് അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നത് അവരൊരു അഡൽട്ട്ഹുഡ് റീച്ച് ആയിട്ടാണ്, അല്ലെ? ആരും ആരും ബാലവിവാഹം എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. ഇപ്പോൾ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയി ആൻഡ് അഡൽട്ട്ഹുഡിൽ മാത്രം വിവാഹം കഴിക്കണം എന്നൊരു നിർബന്ധ ബുദ്ധി എല്ലാവർക്കും വന്നു കഴിഞ്ഞു. കാരണം അതാണ് ഏറ്റവും റീസണബിൾ, അല്ലേ? എല്ലാവരും ഗേൾ ഓർ ബോയ് അവരൊരു അഡൽട്ട്ഹുഡ് എത്തിയിട്ടാണ് അവർ വിവാഹം കഴിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു അഡൽട്ട്ഹുഡ് എത്തിയിട്ട് വിവാഹം കഴിപ്പിച്ച് വിടുമ്പോൾ നമ്മളൊരു ബ്ലെസ്സിങ്സ് കൊടുക്കുകയാണ്. പാരൻസ് എല്ലാം നിങ്ങൾക്ക് നല്ലൊരു വിവാഹ മംഗളാശംസകൾ എന്നാണ് നമ്മളെല്ലാവരും പറയുന്നത്. അപ്പം അങ്ങനെ ഒരു മാരേജ് അവർക്ക് സക്സസ്ഫുൾ ആകട്ടെ എന്നുള്ളതാണ് ഓരോ പാരൻറ്റും ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തിൽ ഇരുന്നുകൊണ്ട് ഇന്റർഫിയറൻസസ് ടൂ മച്ച് ആവുകയാണ്. വളരെയധികം അവരുടെ എല്ലാ ഡേ ടു ഡേ കാര്യങ്ങളിലും ഇടപെട്ട് അല്ലെങ്കിൽ അതിലെങ്ങനെ ഇൻവോൾവ് ചെയ്യാം എന്ന് ഉദ്ദേശിച്ച്, പക്ഷേ ഇങ്ങനെയുള്ള ഓവർ ഇൻവോൾവ്മെന്റ് അതിനൊരു പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നതിന് പകരം അത് നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നതാണ് നമ്മൾ കൂടുതലും കണ്ടുവരുന്നത്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഇൻവോൾവ്മെന്റ്സ് ആൻഡ് ഇന്റർഫിയറൻസസ് ഇൻ അഡൽട്ട് ചിൽഡ്രൻസ് ലൈഫിൽ കഴിയുന്നതും റെഡ്യൂസ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് എക്സ്പേർട്സ് പറയുന്നത്. പാരൻസ്, ഇപ്പോൾ പാരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഇൻലോസ് എന്ന് പറയാം പാരൻസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാതെ, പക്ഷെ ഞാൻ പാരൻസ് എന്ന് ഉപയോഗിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈ പാരൻസ് അഡൽട്ട്സ് ആയി കഴിഞ്ഞു, അല്ലേ? ഓരോ കുട്ടിയും അവർ അഡൽട്ട്സ് ആയി കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ അഡൽട്ട്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായി തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളതാണ് അഡൽട്ട്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരുടെ മാരേജിന് അവർക്ക് കറക്റ്റ് എന്ന് തോന്നുന്ന ഡിസിഷൻസ് ആയിരിക്കാം അവരെടുക്കുന്നത്. അപ്പം അതിൽ കൂടുതലും ഇന്റർഫിയർ ചെയ്ത് അതിനെ കോംപ്ലിക്കേറ്റ് ആക്കാതെ ആണ് നല്ലത് എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. മാരേജ് കൗൺസിലേഴ്സ്, ലീഗൽ കൗൺസിലേഴ്സ് എല്ലാം പറയുന്നത് കഴിയുന്നതും പാരൻസിന്റെ ഇൻവോൾവ്മെന്റ് മിനിമൽ ആക്കുന്നതാണ് കുട്ടികളുടെ മാരേജ് സക്സസ് ആക്കാൻ ഏറ്റവും നല്ലത് എന്നാണ്. പിന്നെ അവർ പറയുന്ന വേറൊരു പോയിന്റ് എന്താണെന്നാൽ, ഈ ജനറേഷനിലാണ് ഇത്രയും ഇന്റർഫിയറൻസസ് വരുന്നത്. ഇതിനു മുമ്പുള്ള ജനറേഷൻസിലൊന്നും ഓൾഡ് ജനറേഷൻസിൽ ഇത്രയും ഇൻവോൾവ്മെന്റ് അവരുടെ കുട്ടികളുടെ ആഫ്റ്റർ മാരീഡ് ലൈഫിൽ ഇത്രയും ഇൻവോൾവ്മെന്റ് ഇല്ല എന്നാണ് പറയുന്നത്. കുറെ കൂടി ഇൻഡിപെൻഡന്റ് ആയിട്ട് വിടുകയാണ് കാര്യങ്ങൾ. വിട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. കൂടുതൽ ആൾക്കാർ ഏതൊരു റിലേഷൻഷിപ്പിലും ഇൻവോൾവ് ആകുന്നു, ഇന്റർഫിയർ ആകുന്നു, അവിടെ പ്രോബ്ലംസും ഇൻക്രീസ് ആകുന്നതിനാണ് ചാൻസസ് ഉള്ളൂ, അല്ലാതെ പ്രോബ്ലംസ് റെഡ്യൂസ് ആകാൻ ഒരു ചാൻസസും ഇല്ല എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. അപ്പോൾ
കഴിയുന്നതും എന്താണ് പാരൻ്റൽ ഇൻ്റർഫിയറൻസസ് റെഡ്യൂസ് ചെയ്യാൻ നോക്കുക. കൂടുതലായിട്ട് അഡൾട്ട് ചിൽഡ്രൻ്റെ ലൈഫിൽ ഇൻവോൾവ് ആയി കൺഫ്യൂഷൻസും, കാരണം ഒരുപാട് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് ജനറേഷൻ ഗ്യാപ്പ് സംഭവിക്കുന്നുണ്ട് ഓൾഡ് ജനറേഷൻ ആൻഡ് യങ് ജനറേഷൻ. കാരണം ഒരു ഇൻഫർമേഷൻ ഓവർലോഡിൽ കൂടിയാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും ലൈഫ് സ്റ്റൈലും പെട്ടെന്ന് ഡിഫർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ദർ ഇസ് ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ, പിന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഉണ്ട്, പിന്നെ എല്ലാവരും പഠിച്ചു വരുന്ന സാഹചര്യവും ആൻഡ് ഇപ്പോൾ പഠിച്ചു വരുന്ന ആളുകളും പ്രീവിയസ് ജനറേഷനും തമ്മിൽ ഒരുപാട് എന്താണ് തിങ്കിങ് ശൈലിയിൽ ഒരുപാട് ഡിഫറൻസസ് ആണ്. അപ്പോൾ ആ ഡിഫറൻസസ് മനസ്സിലാക്കാൻ ഓൾഡ് ജനറേഷനും പറ്റിയെന്ന് വരില്ല. അത് ആരുടെയും കുറ്റമല്ല. ഇറ്റ്സ് ലൈക്ക് അങ്ങനെയാണ് ഇപ്പം നമ്മുടെ സൊസൈറ്റീസ് അല്ലെങ്കിൽ കൺട്രി സ്റ്റേറ്റ്സ് എല്ലാം ഒരുപാട് ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ ഓൾഡ് ജനറേഷനും ഉൾക്കൊള്ളാൻ കഴിയണം, അല്ലെങ്കിൽ അത് എന്താണ് നടക്കുന്നതെന്ന് അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കുറവാണ്. അല്ലാതെ അവരെ ബ്ലെയിം ചെയ്യാനല്ല നമ്മൾ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അവർക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഗ്രഹിക്കാനുള്ള ആ ഒരു ഇത് ഇല്ല. കാരണം ഇങ്ങനെ ഒരു സിനാരിയോയിലല്ലല്ലോ ഓൾഡ് ജനറേഷൻ വളർന്നു വന്നിരിക്കുന്നത്. അത് അവർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റിൽ, ഇൻ്റർനെറ്റില്ല, മൊബൈൽ ഫോൺ എല്ലാം കഴിഞ്ഞ ഒരു 20 years വന്നൊരു സംഭവമാണ്. പക്ഷെ ഇന്നത്തെ യങ്സ്റ്റേഴ്സ് മൊബൈൽ ഫോൺ കയ്യിൽ കിട്ടിയിട്ടാണ് ജനിച്ചപ്പോൾ തന്നെ ഫോൺ കണ്ടു വളർന്നവരാണ്. പക്ഷെ നമ്മുടെ ഓൾഡ് അന്നത്തെ കാലത്തൊന്നും മൊബൈൽ പോയിട്ട് നോർമൽ ഫോൺ പോലും ഇല്ല വീടുകളിൽ. അപ്പം അങ്ങനെ ഒരുപാട് എന്താണ് ഡിഫറൻസസ് ലൈഫ് സ്റ്റൈലിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പം അത് ഓൾഡ് ജനറേഷന് ഉൾക്കൊള്ളാനും കഴിയില്ല, യങ് ജനറേഷനും ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പം അങ്ങനെ ഒരു ഫ്രിക്ഷൻ റിലേഷൻഷിപ്സിൽ ക്രിയേറ്റ് ചെയ്ത് അത് എന്താണ് ഓവർഫ്ലോ ചെയ്ത് ബാക്കിയുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള റിലേഷൻഷിപ്പിലും പ്രോബ്ലമാറ്റിക് ഒക്കെ ആക്കി ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ക്രിയേറ്റ് ആകപ്പെടുന്ന സിറ്റുവേഷൻസിനെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മാരേജ് എക്സ്പേർട്സ് പറയുന്നത്. അപ്പോൾ കഴിയുന്നതും അഡൾട്ട് ചിൽഡ്രൻ ഇറ്റ്സ് ബെറ്റർ യു കീപ് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മാക്സിമം റിസോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കുക. തേർഡ് പാർട്ടി, അതായത് പാരൻ്റൽ ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ വേറെ റിലേറ്റീവ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റും ഒക്കെ ഒരു മിനിമൽ ആക്കി വെക്കുക എന്നുള്ളതാണ് എക്സ്പേർട്സ് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാ പോയിന്റ്സും കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ആൻഡ് എനിക്കറിയില്ല ഇത് എത്രമാത്രം ഹെൽപ്ഫുള്ളാണ്, എത്രമാത്രം യൂസ്ഫുള്ളാണ് എന്നൊന്നും എനിക്കറിയില്ല. എനിക്കിത് ഫീസിബിൾ അല്ലെങ്കിൽ റിക്വയർഡ് എന്ന് തോന്നിയ കുറച്ച് പോയിന്റ്സ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. എനിവേ നിങ്ങളെല്ലാവരും ഇത് കണ്ട് നിങ്ങളുടെ വ്യൂസ് എന്താണ്, നിങ്ങളുടെ കോൺട്രഡിക്ഷൻസ് എന്താണ്, നിങ്ങളുടെ സജഷൻസ് ആൻഡ് ഫീഡ്ബാക്ക് എന്താണെന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി മച്ച് മോർ ഹെൽപ്ഫുൾ. ആൻഡ് ഐ ലുക്ക് ഫോർവേഡ് ടു ഓൾ യുവർ updates with regard to this video. And as always, thank you for spending your time here. Until we meet next time. Bye-bye.